എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്ന് ഫിഷിങ്ങിന്റെ വീഡിയോ ഒന്നല്ല കേട്ടാ, നമ്മള് മൂന്നാർ പോവാണ്. കുറെ കാലങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. നമ്മുടെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ മിഞ്ഞാന്ന് വരെ നല്ല രീതിയിൽ മഴയായിരുന്നു. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് മഴ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ച് ദിവസം നമ്മളെ മൂന്നാറിൽ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ട് ആയിരിക്കും കേട്ടോ, 2-3 ദിവസം. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുത്തെ വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോ കിടക്കട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടാ. ഇപ്പൊ ഏകദേശം ഒരു ഇപ്പൊ 7:30 ആയിട്ടുണ്ട് കേട്ടാ. നമ്മളിപ്പോ എവിടെ സ്ഥലം പെരുമ്പാവൂര് എത്തിയിട്ടുണ്ട്. ഇപ്പോ ലേറ്റ് ആയിട്ടൊന്ന് ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ശരവണ ഭവൻ അങ്ങനെ ഒരു ഹോട്ടലാണ് കേട്ടാ. നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് എനിക്കില്ലേ ഞാനേ വരാൻ ലേറ്റ് ആയി പോയിട്ടാ. ഇവറ്റിങ്ങൾ നോക്കി ഇവരിരുന്ന് കഴിക്കാണ്. എനിക്ക് ബുക്ക് ഓർഡർ ചെയ്തില്ല കേട്ടാ. എനിക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് കേട്ടാ. എന്താ സാമ്പാറാ? ഇല്ല, ഉഴുന്നുകൂടെ ഞാൻ കഴിക്കില്ല കേട്ടാ. അപ്പൊ ഞാൻ അത് എനിക്ക് കൊടുക്കുക. നമുക്ക് ദോശ മതി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടാ. അതൊക്കെ കവർ ചെയ്യണം. നോക്കിയേ, എന്തായാലും സ്റ്റാർട്ടാക്കാട്ടാ. മീൻ വണ്ടിയിലുള്ളപ്പോ കുഴപ്പമില്ലാട്ടാ. അങ്ങനെ നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടാ. നീ കയ്യെ ചെയ്തിട്ട് പോവാം. എവിടെ തെറ്റിപ്പോയി ഇതാ. ഞാനേ ക്യാമറ നോക്കിയിട്ട് നേരെ മാറിപ്പോയി. അപ്പൊ അവരാ വന്നത് ചേട്ടൻ എപ്പോഴതാണ്. കുഴപ്പമില്ല, ചമ്മലൊക്കെ നമുക്ക് പതിവില്ല. ഇവിടെ മിററില്ല കേട്ടാ. അത് മാത്രം ഒരു സീനാണ് തോന്നുന്നു. മിററുണ്ടാവും, പൊട്ടിക്കുന്നത് തോന്നുന്നു. കുഴപ്പമില്ല. ഇവിടെ എന്തോ പിക്ചർ ഉണ്ട് കേട്ടോ. കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ വരാൻ ഫുഡ് കഴിക്കില്ല എൻ്റെ കയ്യിലും. ഇതിപ്പോൾ അവിടെ നാണം വന്നിട്ട് ഒരാളിരിക്കുന്നു. ഇതെൻ്റെ ഉമ്മ, ഉപ്പ, താത്ത, ഇക്ക. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ എറണാകുളം റൂട്ടിലേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട് കേട്ടോ നമ്മുടെ സ്പോട്ടിലേക്ക് റീച്ച് ആവാൻ. ഇപ്പം നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നതേ നമ്മളെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ റൂമിലേക്കാണ്. പക്ഷേ ഈ ഒരു വഴി ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. നല്ല ഞാനേ പോയോണ്ടിരിക്കുന്ന ഇടയില്ലേ ഞാൻ കാറിന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയോണ്ടിരിക്കുക. അവരിതാ ബാക്കിൽ വരുന്നുണ്ട്. ഏത് സൈഡാന്ന് അറിയില്ല കേട്ടോ. കണ്ടില്ലേ
ഞാനപ്പോൾ കുറച്ച് നേരം പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ സൈഡില്ലേ പോടാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, വെയിലുണ്ടോ എന്ന് വെച്ചാൽ വെയിലുണ്ട്, പക്ഷെ അത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നല്ല തണവുണ്ട് കേട്ടോ. കുറച്ച് നേരം ഓടുമ്പോഴത്തേനും നന്നായി കതച്ചു ഞാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടേ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ തിരിച്ചു പറഞ്ഞു. ഇപ്പം ഈ കാണുന്നത് കണ്ട, ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് എനിക്കുണ്ട് കണ്ട, എന്താ ചെയ്യണമെന്ന് അറിയില്ല. മുകളിലേട്ടാ നമ്മൾ ചോദിച്ചത്. അപ്പോൾ അവരിറങ്ങട്ടെ, നമ്മൾ ചാവി എനിക്കിട്ടിട്ട് കാര്യമില്ല. നമ്മളിവിടെ ലഗേജൊക്കെ മുകളിൽ കൊണ്ടൊക്കെയല്ലേ, ഇതിൻ്റെ മുകളിലാട്ടാ നമുക്ക് ഉള്ള സ്റ്റേ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ സൈഡിൽ കൂടെ വഴി തോന്നുന്നു. അതെ, നമ്മളിവിടെ നിൽക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ, മൂന്നാർ മൈൻസ് ഹോം സ്റ്റേ, ആനച്ചാൽ ആമക്കണ്ടം, അങ്ങനെ പേര് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വെയിലുണ്ടെങ്കിലും നമുക്കത് എഫക്റ്റ് ചെയ്യണില്ല കേട്ടോ. വെയിലുണ്ട് പക്ഷെ നല്ല കൂളിംഗ് ആണ്. പിന്നെ ഈ റോഡൊക്കെ ഇങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഈ വഴിയാണ് നമ്മൾ വന്നത്. ഇതിന് താഴെ ഒരു കട ഉണ്ട്. നമ്മളെ ഹോം സ്റ്റേ പോണ വഴിയാണ് കേട്ടോ. ഇതിന് അപ്സ്റ്റെയറാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ ആദ്യം പോയി നോക്കട്ടെ, എന്നിട്ട് കാറിന് കുറച്ച് സംഭവം കൂടി എടുക്കാണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ എന്താ മഞ്ഞളാണോ അല്ല വേറെ എന്തൊരു സംഭവമാണ് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആ പറ വരുന്നേ. പിന്നെ ഈ സൈഡിൽ ഇതെന്താ മണ്ണടിഞ്ഞേക്കാണോ? ഇവിടുത്തെ വ്യൂ ആണോ നിങ്ങൾ? ആ അറ്റത്തൊക്കെ കുറേ കുന്നുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ താഴെ നോക്കി കിണറാ. നിന്റെ ബാഗ് കാർന്നെടുത്ത കൂട്ടി ചാവി ഓടിച്ചോ. ഇതാണ് കേട്ടോ. ഒരു 2 ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ആരാ അമ്മ താഴത്തേക്ക് ഇടരുത്. ഇത് നമ്മൾക്കുള്ളതാ. അതെ, നമുക്ക് ക്ലീൻ ചെയ്യാനാ തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം ഇവിടെ ഒക്കെ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. ഇനി ഞങ്ങൾ റൂം സെലക്ട് ചെയ്യാം. ഇത് നമ്മള് ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തേക്കാട്ടോ. ഇവിടെയൊക്കെ ബെഡുകൾ ഉണ്ട്. റൂമൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാട്ടാ. ഇതാരാ ഇത് നമുക്കുള്ള ബാത്റൂം മാത്രം ചെറുതാണുള്ള ബെഡിന്റെ നമുക്ക് ഇതല്ലേ? ഇതൊക്കെ ഷൂട്ട് എടുക്കാൻ പറ്റുമോ? ഇത് കണ്ടോ, ഇവിടെ കടക്കട സൈഡിൽ തന്നെ ഇവിടെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. ഇനി ടോയ്ലറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. നോക്കിയേ, അത്യാവശ്യം ക്ലീൻ ഉള്ളതാണ്. ഇതൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇതാ ഇവിടെ നിങ്ങൾ കടക്കണ സൈഡിൽ തന്നെ ഇവിടെ ഇതിപ്പോ അവിടുന്ന് വന്നതല്ലേ. ഇതാണ് ഒരു ഡിവൈഡ്. എന്റെ ഈ സംഭവം നോക്കിട്ടെ, ഇത് ഇവിടെ ഡിവൈഡ് ചെയ്യണ ഒരു ഡോറാണ് കേട്ടോ. അപ്പൊ ഇവിടുന്നാണ് ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും പറഞ്ഞ. അല്ല കേട്ടോ, അതല്ല, ഇത് വേറെ ഏതാ. ഇവിടെ നോക്കി, ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലീനുള്ള അത് തന്നെയാണ്. ഇവിടെ ഡോറ് തുറന്ന് ഇങ്ങോട്ടൊക്കെ പോവാ. ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഇത് കുഴപ്പമില്ല കേട്ടോ, സെറ്റപ്പ് തന്നെയാണ്. ഇവിടെ എന്താ, ഇത് നമ്മളെ റൂമിന്റെ ഇപ്പുറത്തെ സൈഡാ. ഇതിവിടെ കിച്ചണൊന്നും നമുക്ക് തൽക്കാലം ഇപ്പൊ ആവശ്യമില്ല. ഇവിടെ ഒരു ബെഡ് അടിപൊളിയുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഫ്രീ വൈഫൈ ഉണ്ട്. അതൊക്കെ ഇത് കണ്ടു. പിന്നെ അഫോർഡബിൾ ആണ് കേട്ടോ. ഞാൻ ഈ റൂം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നോക്കണവരാണ് വെച്ചെങ്കിൽ
എവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമന്റിലും ഞാൻ എന്താ ഇവിടുത്തെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. വലിയ കത്തിയൊന്നുമില്ല കേട്ടോ. എന്നാ വിചാരിക്കണേ, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല. പിന്നെ ഇത് കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് അപ്പൊ ഇതിന്റെ ഇനി നമ്മുടെ ഇവിടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവുകയാണ്. പോയിട്ട് ഇനി വൈകുന്നേരം ഔട്ടാ വരിക. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി നേരെ ഇവിടുത്തെ ചേച്ചി പറഞ്ഞ് രാജമല അങ്ങനെ ഒരു സ്ഥലത്തേക്കാ പോകണം കേട്ടാ. പിന്നെ അവിടുന്ന് നേരെ വന്നിട്ട് എന്തൊക്കെ സ്ഥലം പറയാം എനിക്ക് മനസ്സിലായില്ല. നമ്മളെല്ലാം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരെ പോവാട്ടോ. AC ഓഫ് ചെയ്തോപ്പാ, കുഴപ്പമൊന്നും. AC ഒക്കെ ഓഫ് ചെയ്തോ. ഗ്ലാസ് അത്യാവശ്യം. ഇതിപ്പോ ഞാൻ വന്ന വഴിയാണ് കേട്ടാ. അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് വിട്ടിട്ട് നേരെ എന്താ പറയാ രാജ്മല അവിടേക്കാണ് പോകണം കേട്ടോ. അവിടത്തേക്ക് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. വ്യൂ ഇത് നോക്കിയേ, 2 സൈഡും തേയിലകളാണ്. അതിന്റെ മുകളിൽ വലിയൊരു കുന്ന്, അതിന്റെ മുകളിൽ കോട. അയ്യോ എന്ത് രസാ നോക്കിയേ. നല്ല വൈബാണ് കേട്ടാ. ഞാൻ കുറച്ച് പേര് ഞാൻ സൈലന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പോവാ, നമ്മൾ ഇവിടുന്ന് പോവാ. നമുക്ക് കുറേ ദൂരം പോവാണ്. സത്യം പറഞ്ഞാലേ നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം അവിടെ പോയിട്ട് 20 കിലോമീറ്റർ അറ്റത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് അവിടെ ടൈമൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ. അപ്പൊ എന്തായാലും ഇത് നോക്കിയേ. അയ്യോ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഞാൻ എന്ത് കാണിക്കാനാ, ഒരു രക്ഷയില്ലാട്ടാ. ഇങ്ങനെ കുത്തനെയുള്ള ഒരു കയറ്റാണ് കേട്ടാ. നമ്മളെ ശരിക്കും പറഞ്ഞാ പോണത് ആ കുന്നുണ്ടല്ലോ, ആ കുന്നിന്റെ മുകളിക്ക. നമ്മൾ പോണ ഓരോ മണിക്കൂറും അതുപോലെ തന്നെ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഇടയില് ചെറിയ ചാറ്റൽ മഴ പെയ്തിരുന്നു കേട്ടാ. അപ്പൊ കുറെ നേരത്തെ യാത്രക്ക് ശേഷം നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ടിട്ടുണ്ട് കേട്ടാ. ഇവിടെ നിർത്തിയതിൻ്റെ കാരണം ഉണ്ട്, നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഭാഗത്തില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇത് ഇവിടെ ഒരു സംഭവത്തിൽ വെള്ളം വരുന്നുണ്ടോ? അതൊക്കെ വെള്ളം എടുത്തേക്കണ്ട. നോക്കി ഇത് അതിന്റെ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓ റോഡ് സൈഡിലൊക്കെ വണ്ടി തന്നെയാണ്. നോക്കി പണിയാ ഇത് എടുത്തിട്ട് വേണം പ്ലീസ്. ഈ സൈഡിലൊക്കെ കടകളുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ ചുറ്റും ആൾക്കാരാണ്. നോക്കി പിന്നെ ഈ ഭാഗത്ത് കുറെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സംഭവം അനിയത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. അവൾ ഫോട്ടോ എടുക്കാൻ നിൽക്കാം. ഇത് നല്ല രസം കേട്ടാ. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ വെള്ളം നമ്മുടെ ക്യാമറമേക്ക് അടിക്കുന്നുണ്ട്. അത് നോക്കിയ ആ അറ്റത്തുനിന്ന് അവിടുന്ന് ഇങ്ങനെ സൂര്യൻ കണ്ണും കാണാൻ ചേട്ടാ എനിക്ക്. അവിടെ നിന്ന് സൂര്യൻ ഉദിച്ച് വരും. അവിടുന്ന് ഭയങ്കര രസട്ടോ. ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടില്ല. നോക്കിയ എന്ത് രസമാണ് വേടാ.
പിന്നെ ഇതിന് ഇപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഇവിടെ ക്രോസിംഗ് ബോർഡ് വെച്ചേക്കുക. നല്ല രസമുണ്ട് കേട്ടാ. നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം നമ്മളെ ഫേസിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോ അടിമാലിയാണ് സ്ഥലം. പിന്നെ ഇന്നത്തെ ദിവസം മഴ കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. എനിക്ക് വോയിസ് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് അറിയില്ല കേട്ടോ, കാരണം ഇതിൻ്റെ സൗണ്ട് അതിന് അത്യാവശ്യം ഉണ്ട്. ഇനി നമുക്കിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി നേരെ തന്നെ പോവാട്ടാ, കാരണം ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ഇപ്പം സമയം പോയാ 9:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 11 മണിക്ക് നമുക്ക് റൂമിൽ ചെക്ക് ഇൻ ചെയ്യണം, അതാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ പോകുന്ന ഒരു രാജ്മല നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്ത ഓണർ ഉണ്ട് കേട്ടോ. ആ ചേച്ചി പറഞ്ഞത് നമുക്ക് ട്രക്കിംഗ് ഒന്നും ഇപ്പോൾ പോസിബിൾ അല്ല, കാരണം മഴ നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതൊക്കെ ബാനാണ്. പക്ഷെ നമുക്ക് ഒരു 5 സ്പോട്ട് പറഞ്ഞു കേട്ടോ ഇവിടെ. ആ സ്പോട്ടിലേക്കൊക്കെ ഈസി access ആണ്. പക്ഷെ എന്നാലും ഒരു 16-20 ആ കിലോമീറ്റർ റേഞ്ചാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാ ഭാഗവും ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അത്യാവശ്യം ലോങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡും ഒക്കെ ഉണ്ടാവും കേട്ടോ.